ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർ അവർ വരിക്കുന്ന അവർ ഹെൽത്തിയാണ് എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ അടുത്തൊരു ബോഡി ബിൽഡർ കണ്ടിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ചെക്കിങ് നടത്തിയപ്പോൾ കൊളസ്ട്രോൾ അടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ബോഡി ബിൽഡിങ്ങും നമ്മുടെ കാർഡിയോ ഹെൽത്ത് അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആണോ? ശരി, റിലേറ്റഡ് ആണെന്ന് വെച്ചാൽ നമ്മൾ ബോഡി ബിൽഡ് ചെയ്യുന്നതും ജിമ്മിൽ പോകുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഹൃദയരോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങളിപ്പം പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് വരുന്നതാണ് ചോദ്യം. അതിൽ സംഭവം എന്ന് വെച്ചാൽ സം പീപ്പിൾ, നമ്മളിപ്പോൾ ചില ആൾക്കാർ ജനറ്റിക്കലി അത് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. ഫാമിലി ഹിസ്റ്ററി മോശമാണെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് വരാനുള്ള, അച്ഛന് ഹാർട്ട് അറ്റാക്ക്, ഗ്രാൻഡ് ഫാദറിന് വലിയച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്കത് തടയാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെക്കപ്പ് റെഗുലർലി ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. സോ നമ്മളിപ്പോൾ 10 ആൾക്കാരിൽ ഒരാൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം. അയാൾ ജിമ്മിൽ പോകുന്ന ഒരാളായിരിക്കാം, അയാൾ വളരെ ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആളായിരിക്കാം, പക്ഷെ എങ്കിലും അയാൾക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ടാവും. അല്ല, എൻ്റെ ചോദ്യത്തിലേ ഈ ജിമ്മിലെ വർക്കൗട്ടിൽ തന്നെ 2 തരത്തിലുണ്ട്. നമ്മളിപ്പോൾ ബോഡി മസിൽ ഗെയിനിന് വേണ്ടി നടത്തുന്ന വർക്കൗട്ട് ഉണ്ട്, വെയിറ്റ് ട്രെയിനിങ്, അതല്ലാതെ കാർഡിയോ ആയിട്ടുള്ള എക്സസൈസ്. അതെ, ഇതിലേതാണ് ശരിക്കും നമ്മുടെ ഈ ബോഡി ഹൃദയത്തിന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നല്ല? ഈ കാർഡിയോ 2 ടൈപ്പ് ഓഫ് എക്സസൈസ് ഉണ്ട്. നമ്മൾ എക്സസൈസ് ഭാഷയിൽ പറയുന്നത് ഐസോട്ടോണിക്, ഐസോമെട്രിക്. ഐസോട്ടോണിക് ആണ് നമ്മൾ ജിമ്മിൽ പറയുന്നത് കാർഡിയോ എക്സസൈസ്. കാർഡിയോ എക്സസൈസ് എന്ന് പറയുന്നത് വാക്കിംഗ്, റണ്ണിങ്, ട്രെഡ്മിൽ, സൈക്ലിംഗ്, പിന്നെ ഓർബിട്രിക്, എലിപ്റ്റിക്കൽ, അതൊക്കെ കാർഡിയോ. ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ മസിൽ ട്രെയിനിങ് ഉള്ള സംഗതി. നമ്മൾ ഈ ടേക്കിംഗ് വെയ്റ്റ്സ്. ഓക്കെ, കൂടുതൽ കാർഡിയോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഹാർട്ട് ഫ്രണ്ട്ലി മറ്റേതാ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ഈ വാക്കിംഗ്, ട്രെഡ്മിൽ, റണ്ണിങ്, സൈക്ലിംഗ്, ഈ വക സാധനങ്ങളൊക്കെ. ഐസോമെട്രിക് എക്സസൈസസ് അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസസ് ഹാർട്ടിന് മോശമാണെന്നല്ല, ഒരു പരിധി വരെ നമ്മൾ എക്സസൈസ് റൂട്ടീനിൽ 15 to 20%, 20-25% വെയിറ്റ് ട്രെയിനിങ് ഉണ്ടാവണം, മസിൽ ബിൽഡിങ്, മസിൽ ടോൺ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എക്സസ് അത്ര നല്ലതല്ല. ഹാർട്ടിന് കുറച്ച് ചെറിയ രീതിയിൽ സ്ട്രെസ് വരും. പക്ഷേ സം പീപ്പിൾ ഹു ആർ യൂസ്ഡ് ഇറ്റ്, അതിന് യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ ഹാർട്ടിന് ഇച്ചിരി ലോഡ് കൊടുക്കുന്ന സംഗതിയാണ് എക്സസീവ് വെയ്റ്റ്സ്. ഭയങ്കര മറ്റേ ഈ ഡെഡ് ലിഫ്റ്റും ഇതൊക്കെ പറയുന്നത് ഒരു ഹാർട്ട് ലോഡ് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണത്. മാത്രമല്ല സ്റ്റിറോയിഡ്സ് ഒക്കെ അതിന് വേണ്ടി സപ്ലിമെന്റ്സ് ആയിട്ട് അതിന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഡയറക്ട്ലി ഹാർട്ട് ഡിസീസ് ആയിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതിന് ബ്ലഡ് പ്രഷർ കൂട്ടുക, പ്രമേഹത്തിന്റെ അളവ് കൂട്ടുക, അങ്ങനെ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട് സ്റ്റെറോയിഡ്സിന്. അത് അത്ര എൻകറേജ് ചെയ്യാൻ ബന്ധപ്പെട്ട് ചോദിക്കാൻ കാണും. ജിമ്മിൽ എക്സസൈസ് ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. നമ്മളെ വലിയ സ്പോർട്സ്മാൻമാർ ഉൾപ്പെടെ ആ രീതി സംഭവിച്ചു. അപ്പൊ അത് ജിമ്മുമായി റിലേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ജിമ്മായിട്ട് റിലേറ്റ് ആവാനുള്ള പ്രധാനമായ കാരണം, ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ ഈ ഒത്തിരി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് അൺഡയഗ്നോസ്ഡ് ഹാർട്ട് ഡിസീസ്, ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തത്, ഡയഗ്നോസ് ചെയ്യാത്ത ഹാർട്ട് ഡിസീസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ. ആക്ച്വലി നമ്മൾ നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജിമ്മിൽ ചേരുന്നതിന് മുമ്പ് ആ ജിമ്മിൻ്റെ ഓണേഴ്സ് ഓർ അതിൻ്റെ ട്രെയിനേഴ്സ് ഈ പറഞ്ഞ എല്ലാ വ്യക്തികളുടെ ഒരു പ്രീ ടെസ്റ്റ് ഒരു ക്വസ്റ്റ്യനെയർ ഫില്ലാക്കണം. അതൊരു വലിയ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഓൺലൈൻ തന്നെ കുറേ ക്വസ്റ്റ്യനേഴ്സ് അവൈലബിൾ ആണ്. വാട്ട് ഷുഡ് ബി, ഇപ്പോൾ നമുക്ക് ആ ബേസിക് സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടോന്നില്ല. ഇപ്പോൾ എവറി പേഴ്സൺ ആക്ച്വലി 40+ എല്ലാ പേഴ്സൺ നമ്മൾ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം ഇതിലുള്ള എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ക്വസ്റ്റ്യനെയർ ഫില്ലാക്കിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടുതൽ ചെക്കപ്പ് ചെയ്തിട്ട് വേണം ഹെവി എക്സസൈസിലോട്ട് പോകാൻ പാടുള്ളൂ. ആക്ച്വലി നമുക്കിപ്പോൾ ജിം ട്രെയിനേഴ്സ് ഒക്കെ ട്രെയിൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. മീനിങ് ദേ ഷുഡ് ബി ട്രെയിൻ ഈ ഫസ്റ്റ് സ്ക്രീൻ ചെയ്യാൻ. അപ്പോൾ ഓൺലൈൻ കുറേ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, ചെക്ക് ലിസ്റ്റ്.